പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു പാർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ കാണുക. കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലെന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. Getting a feel of large numbers. You may have come across interesting fact like this. The world's tallest statue is the Statue of Unity in Gujarat, depicting Sardar Vallabhbhai Patel. Its height is about 180 meters. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രതിഷ്ഠിക്കുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 180 മീറ്റേഴ്സ് ആണ് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ്. കുഞ്ചിക്കൽ വാട്ടർഫോൾ ഇൻ കർണാടക ഈസ് സെറ്റ് ടു ഡ്രോപ്പ് ഫ്രം എ ഹൈറ്റ് ഓഫ് അബൌട്ട് 450 മീറ്റേഴ്സ്. കുഞ്ചിക്കൽ വാട്ടർഫോൾ എന്ന് പറയുന്നത് കർണാടകയിലുള്ളൊരു വാട്ടർഫോളാണ്. ഈ വെള്ളച്ചാട്ടം ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ട്? 450 മീറ്റേഴ്സ് ഹൈറ്റിൽ നിന്നാണ് ഈ ഒരു വാട്ടർഫോള് ഒഴുകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഈസി ടു ഗെറ്റ് എ സെൻസ് ഓഫ് ഹൗ ബിഗ് ദീസ് മെഷർമെൻറ്റ്സ് ആർ. അപ്പോൾ ഈ അളവുകൾ എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് വി ക്യാൻ ഗെറ്റ് എ ബെറ്റർ സെൻസ് ഓഫ് ദെയർ സൈസ് വെൻ വി കമ്പയർ ദം വിത്ത് സംതിങ് ഫെമിലിയർ. പക്ഷേ ഫെമിലിയറായിട്ടുള്ള ഏതെങ്കിലും ഒന്നുമായി അവയെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പം നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ലെറ്റ് us see an എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ രണ്ട് ഹൈറ്റുകളുടെ കാര്യം പറഞ്ഞു. ഒന്ന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും, രണ്ട് കർണാടകയിലെ കുഞ്ചിക്കൽ വാട്ടർഫോളും. ഇത് 450 മീറ്റർ അല്ലെങ്കിൽ 180 മീറ്റർ എന്ന് പറയുമ്പോൾ അത് എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും. പക്ഷേ അതുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും വേറെ ഒരു ഇതുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിനെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദി റൈറ്റ്. സോമു ഈസ് 1 മീറ്റർ ടോൾ ഇഫ് ഈച്ച് ഫ്ലോർ ഈസ് അബൌട്ട് 4 ടൈംസ് ഹിസ് ഹൈറ്റ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ പേരെന്തായിരുന്നു? സോമു. ഐ ആം സോമു എന്നും പറഞ്ഞ് ഇതാ ഇവിടെ സോമു നിപ്പുണ്ട്, കൈയൊക്കെ ഉയർത്തി, കണ്ടോ? അപ്പോൾ ഈ സോമുവിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? സോമു ഈസ് 1 മീറ്റർ ടോൾ. സോമുവിൻ്റെ ഹൈറ്റ് 1 മീറ്റർ ആണ്. ഈ ഓരോ ഫ്ലോറും ഇത് ഇത്രയും ഫ്ലോറുകളുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് ഒരു ഫ്ലോറ്. ഈ ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സോമുവിൻ്റെ ഹൈറ്റിൻ്റെ 4 ടൈംസ് ആണ്. ഈച്ച് ഫ്ലോർ ഈസ് അബൌട്ട് 4 ടൈംസ് ഹിസ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഈ സോമുവിൻ്റെ ഹൈറ്റിൻ്റെ 4 ടൈംസ് ആണ് ഈ ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ്. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടെ വരെ സോമുവിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ 4 ടൈംസ് 1 2 3 4. സോമുവിൻ്റെ 4 ഹൈറ്റുകൾ ചേരുന്നതാണ് ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? ഈ ബിൽഡിങ്ങിൻ്റെ അപ്രോക്സിമേറ്റ് ഹൈറ്റ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോമുവിൻ്റെ ഹൈറ്റ് 1 മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? സോമുവിൻ്റെ 4 ടൈംസ് ആണ് ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ ഫ്ലോറിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? 4 മീറ്റേഴ്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? സോമുവിൻ്റെ ഹൈറ്റ് 1 മീറ്റർ ആണ്. സോമുവിൻ്റെ ഹൈറ്റിൻ്റെ 4 ടൈംസ് ആണ് ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ്. അപ്പോൾ 1 × 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ് കിട്ടും. ഇനി ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിലോ ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ് 4 മീറ്റർ ആണ് എങ്കിൽ എത്ര ഫ്ലോറുകൾ ഉണ്ടെന്ന് നോക്കണം അല്ലേ. എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 10 ഫ്ലോറുകളാണ് ഈ ഒരു ബിൽഡിങ്ങിനുള്ളത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഫ്ലോർസ് ഇൻറ്റു ഹൈറ്റ് ഓഫ് 1 ഫ്ലോർ അല്ലേ. എത്രയാണ്? 1 ഫ്ലോറിൻ്റെ ഹൈറ്റ് 4, നമ്പർ ഓഫ് ഫ്ലോർസ് 10 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 40 മീറ്റർ ആണ് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ടോളർ? The Statue of Unity or this building? How much taller?
അപ്പോൾ ഇതിലേതാണ് ടോളർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണോ ഈ ബിൽഡിംഗ് ആണോ ടോളർ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 40 മീറ്റർ ആണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എത്രയായിരുന്നു? 180 മീറ്റേഴ്സ് ആയിരുന്നു അല്ലേ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി 180 മീറ്റേഴ്സ് ആയിരുന്നു. ബിൽഡിങ്ങിൻ്റെത് 40 മീറ്റർ. അപ്പോൾ ഇതിലേതാണ് ഹൈറ്റ് കൂടുതലുള്ളത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണല്ലേ. 180 ഈസ് ഗ്രേറ്റർ ദാൻ 40. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് ഹൈറ്റ് കൂടുതൽ. ഹൗ മച്ച് ടോളർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ബിൽഡിങ്ങിനെക്കാട്ടിൽ എത്ര മീറ്റർ കൂടുതലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് 180 ആണ് എങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 40 അങ്ങ് സബ്ട്രാക്റ്റ് ചെയ്താൽ എത്ര കൂടുതലുണ്ട് എന്ന് നമുക്ക് കിട്ടും അല്ലേ. എത്രയുണ്ട്? 140 മീറ്റർ. അപ്പോൾ ഇവിടെ 140 എന്ന് എഴുതാം. We can see that the height of the Statue of Unity is close to 4 times the height of Somus building. Statue of Unity 180 ആണ്, ഫ്ലോർ 40 ആണ്. അപ്പോൾ 4 ടൈംസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 160 കിട്ടും. സോമുവിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൻ്റെ 4 ടൈംസോളം വരും. എന്താ 4 ടൈംസും അതിൽ കൂടുതലും വരും. ഏകദേശം അതിനടുത്ത് വരും എന്തിൻ്റെ ഹൈറ്റ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ്. അടുത്തത് ഹൗ മച്ച് ടോളർ ഈസ് ദി കുഞ്ചിക്കൽ വാട്ടർഫോൾ ദാൻ സോമൂസ് ബിൽഡിംഗ്. കുഞ്ചിക്കൽ വാട്ടർഫോൾ എത്രയായിരുന്നു? 450 മീറ്റേഴ്സ് ആയിരുന്നു അല്ലേ. ഹൗ മച്ച് ടോളർ ഈസ് ദി കുഞ്ചിക്കൽ വാട്ടർഫോൾ ദാൻ സോമൂസ് ബിൽഡിംഗ്. സോമൂസ് ബിൽഡിംഗ് എത്രയാണ്? 40 മീറ്റർ ആണ്. കുഞ്ചിക്കൽ വാട്ടർഫോൾ 450 ആണ്. അപ്പോൾ എത്ര കൂടുതലുണ്ട്? 450 മൈനസ് 40 ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. എത്രയാണ്? 410 മീറ്റേഴ്സ് കൂടുതലാണ്. ഇവിടെ 410 മീറ്റേഴ്സ്. അടുത്തത് ഹൗ മെനി ഫ്ലോർസ് ഷുഡ് സോമൂസ് ബിൽഡിംഗ് ഹാവ് ടു ബി ആസ് ഹൈ ആസ് ദി വാട്ടർഫോൾ. അതായത് ഈ വാട്ടർഫോളിൻ്റെ ഹൈറ്റ് വരെ എത്തണമെങ്കിൽ സോമുവിൻ്റെ ബിൽഡിങ്ങിന് എത്ര ഫ്ലോറുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ വാട്ടർഫോളിൻ്റെ ഹൈറ്റ് നമുക്കറിയാം 450 മീറ്റർ ആണ് എന്നറിയാം. എത്ര ഫ്ലോറുകൾ ഉണ്ടായിരിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഒരു ഫ്ലോറിന് ഇവിടെ എത്രയാണ് ഹൈറ്റ്? ഒരു ഫ്ലോറിന് 4 മീറ്റർ ആണ് ഹൈറ്റ്. 450 മീറ്റർ ആണ് വാട്ടർഫോളിൻ്റെ ഹൈറ്റ്. ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ് 4 മീറ്ററുമാണ് എങ്കിൽ ഈ 450 മീറ്റർ വരെ എത്തണമെങ്കിൽ എത്ര ഫ്ലോറുകൾ വേണം? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 450 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ കണ്ടുപിടിക്കാം. 450 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ എന്ത് കിട്ടും? 112.5 എന്ന് കിട്ടും കേട്ടോ. 112.5 നിങ്ങൾ ഡിവിഷൻ ചെയ്ത് നോക്കിയാൽ അറിയാം. ഡയറക്റ്റ് അല്ലാതെ മൈൻഡിൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. 112.5 എന്ന് കിട്ടും. അതുകൊണ്ട് നമ്മളിതിനെ അപ്രോക്സിമേറ്റ്ലി 113 ഫ്ലോർസ് എന്ന് നമുക്ക് എഴുതാം. ഏകദേശം 113 നിലകളുണ്ടെങ്കിലേ എവിടെ വരെ എത്തത്തുള്ളൂ? ഈ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഹൈറ്റിൽ സോമുവിൻ്റെ ബിൽഡിങ് എത്തത്തുള്ളൂ. ഇനി അടുത്തത് ഈസ് 1 lakh എ വെരി ലാർജ് നമ്പർ. 1 lakh എന്നതൊരു വലിയ സംഖ്യയാണോ? അപ്പോൾ നമുക്ക് ഈശ്വരപ്പയും റോക്സിയും യേസ്തുവും ഒക്കെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈശ്വരപ്പ ആസ്ക് റോക്സി ആൻഡ് യേസ്തു ഈസ് എ ലാക്ക് ബിഗ് ഓർ സ്മോൾ. അപ്പോൾ ഈശ്വരപ്പ ഇവരോട് രണ്ടോടും, അതായത് റോക്സിയോടും യേസ്തുവിനോടും ചോദിച്ചു 1 lakh ബിഗ് ആണോ സ്മോൾ ആണോ. റോക്സി ഫീൽ ദാറ്റ് 1 lakh ഈസ് എ ലാർജ് നമ്പർ. അപ്പോൾ റോക്സിക്ക് എന്താണ് തോന്നിയത്? 1 lakh എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണേന്ന് തോന്നി. അപ്പോൾ റോക്സി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ എന്താണെന്ന് നോക്കാം. വി ഹാഡ് 1 lakh വെറൈറ്റീസ് ഓഫ് റൈസ് ദാറ്റ് ഈസ് എ ലോട്ട്. അപ്പോൾ ഞങ്ങൾക്ക് 1 ലക്ഷം വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ടായിരുന്നു. അത് വളരെ വലുതാണ്, അത് ധാരാളം ഉണ്ടായിരുന്നു. ലിവിങ് 1 lakh ഡേയ്സ് വുഡ് മീൻ ലിവിങ് ഫോർ 274 ഇയേഴ്സ്. ദാറ്റ് ഈസ് റിയലി ലോങ് ടൈം. അതായത് 1 ലക്ഷം ദിവസം ജീവിക്കുക എന്നതിനർത്ഥം എന്താണ്? 274 ഇയേഴ്സ് ജീവിക്കുക എന്നതാണ്. അത് എന്താണ്? വളരെ ഒരു നീണ്ട സമയമാണ്, ഒരു ലോങ് ടൈമാണ് അല്ലേ. ഇഫ് 1 lakh പീപ്പിൾ സ്റ്റുഡ് ഷോൾഡർ ടു ഷോൾഡർ ഇൻ എ ലൈൻ ദേ കുഡ് സ്ട്രെച്ച് ആസ് ഫാർ ആസ് 38 കിലോമീറ്റേഴ്സ്. അതായത് 1 ലക്ഷം ആളുകൾ ഇങ്ങനെ ഷോൾഡർ ടു ഷോൾഡർ ഒരു ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക്
എത്ര കിലോമീറ്റർ വരെ സ്ട്രെച്ച് ചെയ്യാം? 38 കിലോമീറ്റേഴ്സ് വരെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റോക്സി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് 1 ലാക്ക് എന്ന് പറയുന്നത് ഒരു ലാർജ് നമ്പറാണ്. ഇനി അടുത്തത് ഏസ്തു ആണ് പറയുന്നത്. ഏസ്തു ഹൗവർ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബിഗ്. അപ്പോൾ ഏസ്തു പറയുന്നു ഇതത്ര വലുതൊന്നുമല്ലെന്ന് ഏസ്തു കരുതുന്നു. ഡു യു നോ ദാറ്റ് ദ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ അഹമ്മദാബാദ് ഹാസ് എ സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് മോർ ദാൻ 1 lakh? 1 lakh പീപ്പിൾ ഇൻ സച്ച് എ സ്മോൾ ഏരിയ. അഹമ്മദാബാദിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 1 ലക്ഷം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇത്രയും ചെറിയൊരു പ്രദേശത്ത് 1 ലക്ഷം ആളുകൾ ഇരിക്കുന്നുണ്ടല്ലേ. മോസ്റ്റ് ഹ്യൂമൻസ് ഹാവ് 80,000 to 1,20,000 hairs on their head. Imagine 1 lakh hairs fit in such a tiny space. അപ്പം നമ്മുടെ തലയിൽ എത്ര മുടി വരെ ഉണ്ട്? 80,000 to 1,20,000 ഹെയർ വരെ നമ്മുടെ തലയിലുണ്ട്. ഇമാജിൻ 1 lakh ഹെയർ ഫിറ്റ് ഇൻ സച്ച് എ ടൈനി സ്പേസ്. അപ്പോൾ ഇത്രയും ചെറിയൊരു സ്പേസിൽ 1 ലക്ഷം മുടികളുള്ളതൊന്ന് സങ്കല്പിക്കുക. ഐ ഹേർഡ് ദാറ്റ് ദർ ആർ സം സ്പീഷീസ് ഓഫ് ഫിഷ് വേർ എ ഫീമെയിൽ ഫിഷ് ക്യാൻ ലേ ഓൾമോസ്റ്റ് 1 lakh eggs അറ്റ് വൺസ് very comfortably. Some even lay 10 lakhs of eggs at a time. അതായത് ഒരു ഫീമെയിൽ ഫിഷിന് ഒരേ സമയം 1 ലക്ഷം മുട്ടകൾ വരെ സുഖമായി ഇടാൻ കഴിയും. പിന്നെന്താ, ചില സ്പീഷീസിലുള്ള മത്സ്യങ്ങളുണ്ട്. അതെന്താണ്? ഒരേ സമയം 10,000 ടെൻസ് ഓഫ് ലാക്സ് ഓഫ് എഗ് അറ്റ് എ ടൈം അല്ലേ? അത്രയും മുട്ടകൾ ഒരേ സമയം അതിന് ഇടുവാനായിട്ട് കഴിയും. അങ്ങനെ നോക്കുമ്പോൾ യേശു പറയുന്നത് 1 lakh എന്ന് പറയുന്നത് അത്ര വലിയ നമ്പറൊന്നുമല്ല. ഇനി അടുത്തത്, അപ്പോൾ ഇത് നിങ്ങൾക്ക് 1 lakh കുറിച്ചൊരു ഐഡിയ തരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളുകളാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് നമ്പേഴ്സ്. വി ഹാവ് ഓൾറെഡി ബീൻ യൂസിങ് കോമാസ് ഫോർ 5-digit നമ്പേഴ്സ് ലൈക്ക് 45,830 ഇൻ ദ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം. അപ്പോൾ നമ്മൾ 5-digit നമ്പേഴ്സിന് നമ്മൾ കോമ യൂസ് ചെയ്ത് എഴുതും. ഏത് സിസ്റ്റത്തിലാണ്? ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ കോമാസ് യൂസ് ചെയ്ത് എഴുതും. അപ്പോൾ ഇവിടെ നോക്കിയേ, 45,830. ഈ 0 എന്ന് പറയുന്നത് വൺസിൻ്റെ പ്ലേസ് ആണ്, ഇത് ടെൻസിൻ്റെ പ്ലേസ് ആണ്, ഇത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ആണ്, ഇത് 1000, ഇത് 10,000 അല്ലേ? 10,000. അപ്പോൾ ഇവിടെ വൺസ്, ടെൻസ്, 100 കഴിഞ്ഞ് 1000 വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കോമ ഇട്ട് കൊടുത്തു. 1000ഉം 10,000 ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇവിടെ ഒരു കോമ ഇട്ട് കൊടുത്തു. ആസ് നമ്പേഴ്സ് ഗ്രോ ബിഗർ യൂസിങ് കോമാസ് ഹെൽപ്സ് ഇൻ റീഡിങ് ദ നമ്പർ ഈസിലി. അപ്പം വലിയ വലിയ നമ്പറുകളാണെങ്കിൽ നമ്മൾ കോമ ഇട്ട് കൊടുത്താൽ നമുക്കത് റീഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. വി യൂസ് എ കോമ ഇൻ ബിറ്റ്വീൻ ദ ഡിജിറ്റ്സ് റെപ്രസെൻറ്റിംഗ് ദ 10,000 പ്ലേസ് ആൻഡ് ദി 1 lakh പ്ലേസ് ആസ് യു ഹാവ് സീൻ ജസ്റ്റ് ബിഫോർ. അതായത് ഇതാ ഇവിടെ 1 lakh എഴുതുമ്പോൾ ഇതാണ് 1 lakh. 1 lakh എഴുതുമ്പോൾ നമ്മൾ ഇവിടെ രണ്ടിടത്തും ഓരോ കോമ കൊടുക്കുന്നു. ഇവിടെ വൺസ്, ടെൻസ്, 100 കഴിഞ്ഞിട്ടൊരു കോമ, 1000, 10,000 കഴിഞ്ഞിട്ടൊരു കോമ, അടുത്തത് 1 lakh. അപ്പോൾ ഇത് നമുക്ക് റീഡ് ചെയ്യാൻ എളുപ്പമാണ്. ഈ വരുന്നത് ലാക്കിലായിരിക്കും, ഈ രണ്ടെണ്ണം വരുന്നത് 10,000ൻ്റെ പ്ലേസിലായിരിക്കും ഇവിടം തൊട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 35 കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ തന്നാൽ നമുക്ക് എന്ത് വായിക്കാം? ഇത് 35,000 ആണ് എന്ന് വായിക്കാം. അതായത് 10,000ൻ്റെ പ്ലേസിലാണ് ഇത് ഉള്ളത്. അപ്പം 35,000. ഇനി ഇവിടെ ഒരു 3യും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാലോ? ഇത് ലാക്കിൻ്റെ പ്ലേസിലാണ് അല്ലേ? അപ്പോൾ 3,35,000. ഇങ്ങനെ കോമ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? ഇവിടെ കോമ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 12 വരുന്നത് ലാക്കിൻ്റെ പ്ലേസിലും ഇത് വരുന്നത് 10,000ൻ്റെ പ്ലേസിലും. അപ്പോൾ എങ്ങനെ വായിക്കാം? 12,78,830 എന്ന് വായിക്കാം. ഇനി ഇതിനെ എങ്ങനെ വായിക്കാം? 15,75,000. ഇവിടെ ബാക്കി 0 ആണ്, അപ്പോൾ 75,000. അങ്ങനെ നമുക്ക്, അപ്പോൾ കണ്ടോ, കോമ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വായിക്കാനായിട്ട് എളുപ്പമാണ് അല്ലേ? നോക്കിയാൽ റൈറ്റ് ഈച്ച് ഓഫ് ദി നമ്പേഴ്സ് ഗിവൺ ബിലോ ഇൻ വേർഡ്സ്. ഇനി ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെയൊക്കെ നമുക്ക് വേർഡ്സിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ എങ്ങനെ എഴുതാം? ഇതാ 3 കഴിഞ്ഞിട്ടൊരു കോമയുണ്ട്, 2 0 കഴിഞ്ഞിട്ടൊരു കോമയുണ്ട് അല്ലേ? അപ്പോൾ ഇതേതാണ്? ലാക്കിൻ്റെ പ്ലേസ് ആണ്. ഇത് 10,000 പ്ലേസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ വായിക്കാം? 3 lakh, ഇവിടെ 2 0 ആയതുകൊണ്ട് അവിടെ ഒന്നുമില്ല. അപ്പോൾ 3,06,000 എന്ന് നമുക്കിതിനെ എഴുതാം. അടുത്ത എന്തെഴുതാം? 5,04,085. അപ്പോൾ ഞാനിവിടെ എഴുതുന്നില്ല, നിങ്ങളങ്ങ് എഴുതിക്കണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം കേട്ടോ. 5,04,085. ഇതിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? 27,30,000. ഇത് 70,53,138. വളരെ സിമ്പിളാണല്ലോ. ഇത് നോക്കിയേ, റൈറ്റ് ദ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഇൻ ദ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. എന്താണ്? 1,23,456. അപ്പോൾ 1 lakh, അപ്പോൾ ലാക്ക് കഴിഞ്ഞിട്ടൊരു കോമ ഇടും. 23,000, അപ്പോൾ 23 കഴിഞ്ഞിട്ടൊരു കോമ ഇടും. 456, 456. കണ്ടോ? കോമ ഇട്ട് എഴുതുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്, കൗണ്ട് ചെയ്തൊന്നും നോക്കേണ്ട കാര്യമില്ല. അടുത്തത് 4 lakh, അപ്പോൾ 4 കഴിഞ്ഞിട്ടൊരു കോമ. 7,000, അപ്പോൾ 7,000 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10,000-ൻ്റെ പ്ലേസിൽ നമ്പർ നമുക്കില്ല. ഇവിടെ നോക്കിയേ, 23,000 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 23 ആണ്. ഇവിടെ ജസ്റ്റ് 7,000 ഉള്ളൂ. അപ്പോൾ നമ്മൾ 10,000-ൻ്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം 7 എഴുതാൻ. 704, 704. ഇനി അടുത്തത് 50 lakh, അപ്പോൾ 50 എഴുതിയിട്ടൊരു കോമ. 5,000, അപ്പോൾ ഇവിടെയും 10,000-ൻ്റെ പ്ലേസിലില്ല. അപ്പോൾ 5,000. ആൻഡ് 50, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലൊന്നുമില്ല, അപ്പോൾ അവിടെയും 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് 50 എഴുതുന്നു. 10,235, അപ്പോൾ 10 lakh കഴിഞ്ഞിട്ടൊരു കോമ. 200, 10,000-ൻ്റെ പ്ലേസിൽ ഇവിടെ ഒന്നും തന്നിട്ടില്ല, അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ 2 0 ഇട്ട് കൊടുക്കണം. പിന്നെ 235. അപ്പോൾ നിങ്ങളിങ്ങനെ ലാക്കിൻ്റെ അവിടെ കോമ ഇടുക, 10,000-ൻ്റെ അവിടെ കോമ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനകത്ത് 10,000 എന്ന് ഉള്ള വേർഡ് വന്നിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? 2 0 ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ബാക്കിയുള്ള പോർഷൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.